ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറി. അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവാണ് അരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ തലേന്ന് കുറച്ച് കടല സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേനും എല്ലാം സോക്കായി റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അപ്പവും കടലക്കറി. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടു. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഓരോരോ ഐറ്റംസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, സവോള അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ പൊടികൾ, അങ്ങനെ ഓരോന്നോരോന്ന്. ഇത് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല. കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിൽ എല്ലാവരും കോമൺ ആയിട്ട് വെക്കുന്ന ഒരു സാദാ കടലക്കറിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പൊടികളായിട്ട് ഞാൻ എൻ്റെ കടലക്കറിക്ക് ഇട്ടിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. അപ്പോൾ അത്രയും പൊടികളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു കടലയായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 4-5 വിസിൽ കേൾക്കണമല്ലോ. അപ്പോൾ കടലയുടെ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് രാവിലെ നമുക്ക് ചായ. അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ്. കടല ഒരു 4-5 വിസിലൊക്കെ കേട്ടതിന് ശേഷം കടല സെറ്റായി. ഇനി നമുക്ക് ആ കടല ഒന്ന് താളിച്ചൂറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനി കടുകും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പൊട്ടിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് കടലയൊന്ന് താളിച്ച് മാറ്റാം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഒരു 4-5 വിസിൽ കേട്ടപ്പോഴത്തേന് അത്യാവശ്യം നമ്മുടെ കടല എന്ന് പറയുന്നത് ഏകദേശം വെൽ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് താളിച്ച് ഊറ്റാനുള്ള പരിപാടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും, പിന്നെ ഞാൻ കടല വേവിക്കുന്ന സമയത്ത് ഞാൻ കറിവേപ്പില ഇട്ടു. എങ്കിലും കുറച്ച് എക്സ്ട്രാ കറിവേപ്പിലയും കൂടി ഞാൻ താളിക്കുമ്പോൾ ആഡ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് വറ്റൽമുളകും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ കടുക് വറുക്കൽ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ആ കുക്കറിലിരിക്കുന്ന കടലക്കറി എന്ന് പറയുന്നത് ഞാൻ ഈ പാനിലേക്ക് കൂട്ടും. എന്നിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ചൊന്ന് കിടക്കട്ടെ. കാരണം കുക്കറിൽ ചെയ്തപ്പോഴത്തേനും വെള്ളം ഒഴിച്ച് അങ്ങനെയാണല്ലോ വേവിച്ചത്. ഇപ്പോഴാണല്ലോ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കടലക്കറി കുറച്ച് നേരം ഈ കോക്കനട്ട് ഓയിലൊക്കെ ആയിട്ട് കുറച്ച് നേരം കിടക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് കൂടും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഓവർ സ്പൈസി ആയിട്ടുള്ള ഒരു കടലക്കറി അല്ല ഞാനിന്ന് വെക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് നോർമൽ സ്പൈസ് ഒരു 3-4 പച്ചമുളക് കീറിയിട്ടായിരുന്നു. അത്യാവശ്യം വലിയ 3-4 പച്ചമുളക് കീറിയിട്ടു. പിന്നെ ആവശ്യത്തിന് ചില്ലി പൗഡറും ചേർത്തു. പിന്നെ ഒരുപാട് സ്പൈസി അല്ല എന്ന് പറയാൻ കാരണം ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ പച്ച തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച കടലക്കറിയാണ് ഞാൻ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുക് ഒക്കെ വറുത്തു. അതിനുശേഷം കുക്കറിൽ നിന്ന് പാനിലേക്ക് നമ്മുടെ കടല മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു പിടി പച്ചത്തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തത് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി ഒന്ന് ചൂടായാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മുടെ കടലക്കറി എന്ന് പറയുന്നത് ഒരുപാട് കിടന്ന് തിളയ്ക്കണ്ട. അപ്പോൾ തിളയ്ക്കാത്ത ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ തിളച്ചതിന് ശേഷമുള്ള ടേസ്റ്റും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കടലക്കറി, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്നത്തെ കറി സ്പെഷ്യൽ എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചായയും ഏകദേശം അപ്പുറത്തിരുന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം. അപ്പോൾ വെള്ളയപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ കടലക്കറി എന്ന് പറയുന്നത് തിളയ്ക്കാതെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ആ പച്ചത്തേങ്ങയുടെ മണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറി കറി ഒന്ന് ടേസ്റ്റ് ആവട്ടെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ വെള്ളയപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാസ്ട്രോളിലേക്ക് അടച്ചു വെക്കുന്നില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇക്കായ്ക്കും സാറായിക്കും അതുപോലെ തന്നെ എനിക്ക് കഴിക്കാനുള്ളതും എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഡയറക്റ്റായിട്ട് ചുട്ട് കഴിക്കുകയാണ്. കാസ്ട്രോളിലേക്ക് മാറ്റുന്നില്ല.
അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി, തേങ്ങ അരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതാ 1 കപ്പ് ചായ, നല്ല ചൂട് പതപ്പിച്ച 1 കപ്പ് ചായയും, പിന്നെ ഞാൻ ഇന്ന് കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 2 വെള്ളയപ്പമാണ്. അപ്പോൾ 2 വെള്ളയപ്പവും നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കടലക്കറിയും ഞാൻ ഒഴിച്ച് കഴിക്കും. ഈ കടല, പയറ്, പരിപ്പ് ഈ വക ഐറ്റംസൊക്കെ ഞാൻ നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള 2 അപ്പമാണെങ്കിൽ പോലും നമ്മൾ ഹെവി ആയിട്ട് കടല എടുത്തെടുത്ത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വയറ് നന്നായിട്ട്, സ്റ്റൊമക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ എനിക്ക് ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഇപ്പോൾ കടല, പയറ്, പരിപ്പ് ഈ വക ഐറ്റംസ് എല്ലാം, വൻപയർ, ചെറുപയർ ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചോറാണെങ്കിലും അപ്പമാണെങ്കിലും ചോറിനേക്കാളും കൂടുതൽ, അതുപോലെ തന്നെ അപ്പത്തിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ 2 അപ്പവും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ കടലക്കറിയും, പിന്നെ ഇതാ 1 കപ്പ് ചായയും. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ചതുകൊണ്ട് തന്നെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട്, പിന്നെ വത്തൽമുളകിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവോട് കൂടിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കടലക്കറി. അപ്പോൾ ഇന്ന് ഞാൻ പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള നമ്മുടെ നോർമൽ കടലക്കറിയാണ് വെച്ചത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക, തേങ്ങ ചേർക്കാതെയുള്ള നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലത്തെ ഒരു കടലക്കറി ഉണ്ടല്ലോ, അതായത് പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാല പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് തേങ്ങ ചേർക്കാത്ത ഒരു തനി, എന്താ പറയുക, നമ്മൾ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറിയൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു കടലക്കറിയും വെക്കാറുണ്ട്. അതും വളരെ ടേസ്റ്റാണ്. അത് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ളതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലയൊക്കെ വെൽ കുക്കായിരുന്നു. നമ്മൾ കുറച്ച് കൂടുതൽ നേരം സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കടലയൊക്കെ ഒരു 4-5 വിസിലിൽ വെൽ കുക്കായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് 2 മാംഗോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അത്യാവശ്യം നല്ല മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആണ്. അപ്പോൾ ഇതാ ഒരു ബൗള് മാംഗോ കട്ട് ചെയ്തു. അത് ടേബിളിലേക്ക് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മക്കളും നമ്മളെല്ലാവരും മാറി മാറി എടുത്ത് കഴിച്ചോളും. അപ്പോൾ മാംഗോയുടെ ഒപ്പം തന്നെ കുറച്ച് സ്ട്രോബെറി. അപ്പോൾ നമ്മൾ സ്ട്രോബെറി എന്ന് പറയുമ്പോഴത്തേനും വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഡേയ്സ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, കാരണം അത് പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോബെറി അതുകൊണ്ട് തന്നെ ചീത്തയായി പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനാക്കി ഫ്രഷാക്കി അതും കൂടി ഒരു ബൗളിലേക്ക് എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം ഇതാ ലഞ്ച് ടൈമായി. ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ഇതിലിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ടൈം കഴിഞ്ഞ് ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 3 ചപ്പാത്തിയും അതുപോലെ തന്നെ കുറച്ച് ബീഫ് കറിയുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സൂപ്പർ കോമ്പിനേഷനാണ് ചപ്പാത്തി ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ ബീഫിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ച ബീഫ് കറി, ആ ബീഫ് കറിയുടെ ലാസ്റ്റ് കുറച്ച് പോർഷൻ ഇരുന്നു. അപ്പോൾ അത് ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്ത് കൂട്ടി തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ചെന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫിൻ്റെ ലാസ്റ്റ് പാർട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഗ്രേവിയൊന്നും വേണ്ട, കുറച്ച് ഡ്രൈ ആയിട്ട് ആ ചപ്പാത്തിയിൽ മുക്കി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തിയും ബീഫുമാണ് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ദിവസം ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം ചോറ് സ്കിപ്പ് ചെയ്യും. അതിനുശേഷം പിന്നീട് ചോറ് കഴിക്കാൻ എപ്പോൾ തോന്നുന്നോ അപ്പോഴായിരിക്കും ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചോറ് എന്നും കഴിക്കുന്നത് പ്രശ്നമൊന്നുമില്ല. കറി കൂടുതൽ എടുത്തിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചോറ് എന്നും കഴിക്കുന്നതിലും പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് പോവുകയാണെങ്കിലും. പക്ഷേ എനിക്കെന്തോ ചോറ് അത്ര എന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലഞ്ചിന് ചില ദിവസങ്ങളിൽ ചോറും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, ദോശ ഇങ്ങനെ മാറി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാറി ഉപയോഗിക്കുന്നത്. എനിക്ക് ചോറ് എല്ലാ ദിവസവും കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയും. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് പറയുന്നത് ഒരു പിടിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു
ഒരു സിമ്പിളായിട്ടുള്ള ഒരു മഷ്റൂം റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഇന്ന് കാര്യമായിട്ട് ഒന്നും നമ്മൾ വീട്ടിൽ പൊരിക്കലോ കരിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇന്ന് കഴിക്കാൻ തോന്നിയത് ഒരു ബ്രെഡ് പോക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ് ഷവർമ പോക്കറ്റ് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഷവർമയുടെ ഉള്ളിലെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ സെയിം ഫില്ലിങ് തന്നെ ഒരു സ്പെഷ്യൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇതാണ് എൻ്റെ മഷ്റൂം റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരു കുറച്ച് ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം റെസിപ്പി. നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന മഷ്റൂമാണ് ഈ ഒരു മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ മഷ്റൂം ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വളരെ തിന്നായിട്ട് ഒരു ബട്ടൺ മഷ്റൂം 2ആയിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം പിന്നീടത് തിന്നായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നു. ഒരു ബോക്സ് മഷ്റൂം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2-3 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും. പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം പച്ചമുളക് ഇട്ടു, കറിവേപ്പില, സവോള, ഇത്രയും ഐറ്റംസ് ഇട്ടതിന് ശേഷം ഒന്ന് വഴട്ടുകയാണ്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഷ്റൂംസൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു കാരണവശാലും ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം മഷ്റൂം കുക്ക് ചെയ്യാൻ. പിന്നെ മഷ്റൂംസ് കുക്ക് ചെയ്യുമ്പോഴത്തേനും സാൾട്ട് എന്ന് പറയുന്നത് ആദ്യം ഇടരുത്, അത് ലാസ്റ്റോട് കൂടിയിട്ട് ഇട്ടാൽ മതി. എന്നാൽ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഷ്റൂംസിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ട് ആ മഷ്റൂം വല്ലാണ്ടങ്ങ് ചുക്കി ചുളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഷ്റൂം കുക്ക് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഞാൻ കണ്ടോ ഒരു വലിയ സവോള ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ. ഈ ഒരു മഷ്റൂം മെഴുക്ക് പുരട്ട് എന്നൊക്കെ പറയാം. ഈ ഒരു മഷ്റൂം മെഴുക്ക് പുരട്ടിയുടെ ഇടയിൽ ഈ ഒരു സവോള ഉണ്ടല്ലോ, ഒരു ലൈറ്റ് ഫ്രൈഡ് ഷെയ്ഡിലുള്ള ഈ ഒരു ഓണിയൻ, ഇത് കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഹെൽത്തി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിൽ പൊടികളോ സ്പൈസസോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി അങ്ങനെ ഒന്നും ഇട്ട് ആവശ്യമില്ലാത്ത ഫ്ലേവറുകളൊക്കെ ഇട്ട് നമ്മുടെ മഷ്റൂംസിനെ ഞാൻ നശിപ്പിക്കുന്നില്ല. ഇന്നെന്ന് പറയുന്നത് ഒരു മഷ്റൂം മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പോ ചോറിൻ്റെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ ഈവനിങ്ങിന് നമുക്ക് ഒരു ബൗളിൽ എടുത്തിട്ട് വെറുതെ സ്പൂണിൽ കോരി കഴിക്കാനൊക്കെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ മഷ്റൂം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്താണേലും ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഡിഷാണ്. എന്നുവെച്ചാൽ മഷ്റൂം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും എല്ലാം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ നമുക്കിപ്പം കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സവോളയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഒരു ബൗള് മഷ്റൂം കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തു. കണ്ടോ, ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, സാൾട്ട് ഇട്ടിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ മഷ്റൂമിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അവസ്ഥ വളരെ കുറച്ചും കൂടെ അങ്ങ് ചുക്കിച്ചുളിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായി പോകും. നമുക്ക് കടിക്കാൻ കിട്ടണം, നമുക്ക് മഷ്റൂം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ചേർക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, പെപ്പർ പൗഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. എന്നാന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഓർ ഗ്രീൻ ചില്ലി, ഈ 2-ൽ ഏതെങ്കിലും ഒരു ഐറ്റം മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് കുക്ക് ചെയ്ത് കഴിച്ചപ്പോഴത്തേനും കുറച്ച് സ്പൈസ് ലെവൽ ഹൈ ആയിട്ട് തോന്നി.
സ്പൈസ് ലെവൽ ഹൈ ആയിട്ട് തോന്നി. നമ്മൾ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഇത് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടെങ്കിൽ പോലും ഈ ഒരു എന്താ പറയുക, മഷ്റൂം എന്ന് പറയുന്ന ഒരു മൈൽഡായിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള സ്പൈസ് മുന്നിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ മക്കൾക്കൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, കൊക്കനട്ട് ഓയിലിന് പകരം അല്ലെങ്കിൽ കൊക്കനട്ട് ഓയിലിൻ്റെ കൂടെ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്ന് മഷ്റൂം സോട്ട് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട്, അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഈ മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണേ പല പല വെജീസിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഈ ഒരു മഷ്റൂം എന്ന് പറയുന്നത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ മഷ്റൂം മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഐറ്റംസ് എന്ത് ചെയ്തു, വെളിച്ചെണ്ണയ്ക്കകത്ത് വഴട്ടി അതിനുശേഷം ഇതാ മഷ്റൂം ഇട്ട് കൊടുത്തു, കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് ഉപ്പിട്ടു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്, ഹൈലി ന്യൂട്രീഷ്യസ് ആണ്, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡിഷാണ്. പിന്നെ ഡിന്നറിനൊക്കെ ഇത് മാത്രം ഒരു ബൗള് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാരണം മഷ്റൂം ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് യമ്മി. ഞാൻ കൂടെ പറയാണ്, കുറച്ച് സ്പൈസി വരുന്നു. എനിക്ക് കൊച്ചുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാണ് കഴിച്ചത്. അല്ലെങ്കിൽ സാറാ ഈ വക ഐറ്റംസൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ്. പച്ചമുളകും കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ സീഡ്സും അതുപോലെ തന്നെ പെപ്പർ പൗഡറും എല്ലാം കൂടി ആയപ്പോഴത്തേനും കുറച്ച് എരിവ് എവിടെയോ മുന്നിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ടൈം ഈ ഒരു സെയിം റെസിപ്പി തന്നെ ഞാൻ ഉണ്ടാക്കും, പക്ഷേ സ്പൈസ് ലെവൽ കുറച്ചിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് തന്നെ സ്പൈസിൻ്റെ ലെവൽ എവിടെയോ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ സിമ്പിളായിട്ടുള്ള മഷ്റൂം ഉലർത്ത് അല്ലെങ്കിൽ മഷ്റൂം മെഴുക്ക് പുരട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ രാത്രി നമ്മുടെ ഡിന്നറായപ്പോഴത്തേനും അപ്പോൾ ഒരു ഗ്ലാസ് പാലും അത് ഒരു അര ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു ഹാഫ് കപ്പ് ഓട്സും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് ഓട്സ് കാച്ചിയെടുത്തു. അതിലേക്ക് ഒരു വലിയൊരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ഹാഫ് റോബസ്റ്റ കട്ട് ചെയ്തത്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ഡേറ്റ്സ്, ഹണി എല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫുൾ ബൗള് മഷ്റൂം ഞാൻ കഴിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെക്കുന്ന ഡിന്നറാണ്. അപ്പോൾ ഇത് ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇക്കാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇക്കാടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, സ്റ്റമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ഏത് സമയത്ത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു വലിയ ബൗള് മഷ്റൂം കഴിച്ചോടുകൂടി എനിക്ക് വയറ് അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലായി. ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള മഷ്റൂം മെഴുക്ക് പുരട്ടിയുടെ സിമ്പിൾ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ടേസ്റ്റി ഡിലീഷ്യസ് ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു വലിയൊരു ഗ്ലാസ്സിൽ ഞാൻ നമ്മുടെ ഓട്സ് സ്മൂത്തി ഞാനിതെടുത്ത് ഗ്ലാസ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചൂടൊന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അത് കഴിച്ചോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.